അങ്ങാടിപ്പുറം പരിയാപുരം നിവാസികളുടെ ദുരിതം ഒഴിയുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ ടാങ്കർ മറിഞ്ഞ ഡീസൽ ജലസ്രോതസ്സുകളിൽ കലർന്നതു മുതൽ തുടങ്ങിയതാണ് ഇവരുടെ പ്രതിസന്ധി. വേനൽ കടുക്കാൻ തുടങ്ങിയതോടെ കുടിവെള്ളത്തിന് എന്തു ചെയ്യുമെന്ന ആശങ്കയിൽ ആണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും. ബിജു ജോസഫിന്റെ വീട്ടിൽ വറ്റാത്ത കിണറുണ്ട്. പക്ഷേ എന്ത് കാര്യം? ഡീസൽ അംശമുള്ള വെള്ളം ഇനി ഉപയോഗിക്കാനേ പറ്റില്ല. തൊട്ടടുത്ത സേക്രഡ് ഹാർട്ട് മഠത്തിലെ അവസ്ഥ ഇതിനേക്കാൾ കടുപ്പമാണ്. 25-ലധികം അന്തേവാസികളുള്ള മഠത്തിലെ കിണറും ഉപയോഗശൂന്യമായി കഴിഞ്ഞു. കുന്നിലെ ചോലയിൽ നിന്നുള്ള വെള്ളം പൈപ്പ് വഴി എത്തിച്ചാണ് ഇവിടെയെല്ലാം ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. വേനൽ കടുക്കുന്നതോടെ ചോല വറ്റും, ഒപ്പം സമീപത്തെ കിണറുകളും. എന്ത് ചെയ്യുമെന്ന ബിജു ജോസഫിന്റെ ചോദ്യത്തിന് അധികൃതർ ഉത്തരം നൽകുന്നില്ല. ഓഗസ്റ്റ് 20-ന് ഈ സംഭവം ഉണ്ടായിട്ട് ഇതുവരെ കാര്യമായിട്ട് ഒരു പ്രതിവിധിയൊന്നും ഇതിനുണ്ടായിട്ടില്ല. പഞ്ചായത്തുകാർ ഇടയ്ക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സ്ഥിതി എന്ന് ചോദിച്ചു. നമുക്ക് പ്രത്യേകിച്ച് വെള്ളത്തിൽ വ്യത്യാസമൊന്നും വരാത്തതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നമുക്ക് 3 ദിവസം കൂടുമ്പോഴായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മോട്ടോർ കേടായിരുന്നു, വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് വേനൽ കടുക്കുന്നതോടുകൂടി നമുക്ക് കുടിവെള്ളത്തിൻ്റെ രൂക്ഷത കൂടി വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുള്ള ഒരു ആശങ്കയിലാണ്. അപ്പം നമ്മുടെ തൊട്ട് താഴെയുള്ളൊരു വീട്ടിലെ ആളുകളൊക്കെ ഇവിടുന്ന് താമസം മാറി. ഇനി എന്ത് ചെയ്യുന്നുള്ളതിനെക്കുറിച്ചൊരു ശങ്കയിലാണുള്ളത്. പരാതി പറഞ്ഞു മടുത്ത മഠത്തിലെ അന്തേവാസികൾ ഇനിയൊന്നും പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ്. പരിഹാരമെന്ന വണ്ണം കുടിവെള്ള കണക്ഷൻ കൊടുത്ത ഇടങ്ങളിലെ ബില്ലാകട്ടെ ഭീമവുമാണ്. ഇതിന് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പലരും. പഞ്ചായത്ത് പ്രശ്നം പരിഹരിക്കുമെന്ന് വാർഡിലെ പ്രതിനിധി ഉറപ്പു പറയുന്നു. ഏതായാലും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമ്മളെ ഈ വേനൽക്കാലത്ത് നമ്മൾ പഞ്ചായത്ത് അടിയന്തരമായി ബോർഡ് ഒറ്റക്കെട്ടായിട്ട് 23 മെമ്പർമാരും കൂടി ആലോചിച്ചിട്ട് അവർക്കൊരു വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം എന്താണെങ്കിലും നമ്മൾ ഈ പ്രാവശ്യം അത് ഒരുക്കും. അപ്പോൾ അതിനുള്ള കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ നമ്മൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും പഞ്ചായത്ത് ബോർഡ് ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിന് ഇത് എത്രമാത്രം പരിഹരിക്കാനാകുമെന്ന് പറയാനാകില്ല. കാരണം ഇതിന് ശാശ്വത പരിഹാരം വിവിധ വകുപ്പുകൾ ഒന്നിച്ചു കൈക്കൊള്ളേണ്ടതാണ്. മുൻപരിചയമില്ലാത്ത ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ അതിജീവിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് പരിയാപുരത്തെ ഡീസൽ ചോർച്ച പ്രതിസന്ധി. ന്യൂസ് 18 മലപ്പുറം.